ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൃഷ്ണമോൾ ഇപ്പോൾ മുകളിലത്തെ റൂമിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് ബബിത ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന്. ഞാൻ രോഹിയേട്ടനെ നോക്കാൻ പോയതാണ് എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, നീ ശുശ്രൂഷിക്കാൻ പോയതാണോ എന്ന്. ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചി രോഹിയേട്ടനെ എങ്ങനെ കെയർ ചെയ്യുന്നത് കാണാൻ പോയതാണ്. എന്നിട്ടിപ്പോൾ രോഹിയേട്ടൻ എങ്ങനെയുണ്ട്, എല്ലാം ശരിയായി വരുന്നുണ്ടോ എന്ന് ബബിത ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതില്ലേ ശരിക്കും രസം. അലീന ചേച്ചിയുടെ അടുത്ത് രോഹിയേട്ടൻ സറണ്ടറായി, പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, അതും ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൃഷ്ണമോള്. ഉടനെ ബബിത ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ നമ്മൾ ഉപദ്രവിച്ച ഒരാളോട് എങ്ങനെയാ സ്നേഹം കാണിക്കാൻ പറ്റുന്നത്? എന്നെക്കൊണ്ട് പറ്റില്ല, ചിലപ്പോൾ രോഹിയേട്ടൻ ആണായതുകൊണ്ടായിരിക്കും അലീന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു തരില്ലായിരിക്കും എന്ന് ബബിത പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചിയാണോ, ഉറപ്പായിട്ടും ചെയ്തു തരും, പക്ഷേ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ചെയ്തു തരില്ല. ഇത് കേട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അതെന്താടി നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം, ഞാനെന്താ നിന്നോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി ശരിയല്ല, ചേച്ചിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ആ മുടിയനുണ്ടല്ലോ, നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനകം അവൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നത് കേട്ട്, അതെന്താ ഞാൻ അത്രയ്ക്ക് നെഗറ്റീവാണോ എന്ന് ബബിത ചോദിക്കുന്നു. ഉടനെ കൃഷ്ണമോൾ പറയുന്നു, അല്ലാതെ ശരിക്കും ബബിതേച്ചി നെഗറ്റീവാണ്, അഗ്രസീവാണ്, ടോക്സിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. ഞാനോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ബബിത. ശേഷം കാണിക്കുന്നത് കൃഷ്ണമോളെയാണ്. കൃഷ്ണമോൾ ഡൈനിങ് ടേബിളിൽ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം അലീന അവിടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് അലീന പറയുന്നുണ്ട്. ഉടനെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന്. ഉടനെ അലീന പറഞ്ഞ, ഒരു ഹെൽപ്പ് വേണം, ഈ വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ ഒന്ന് കഴിച്ച് സഹായിച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ അലീന എല്ലാ സാധനങ്ങളും ഒക്കെ വിളമ്പി വെക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കൃഷ്ണമോൾ. ഇത് കണ്ട് അലീന ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നത്? എനിക്ക് പ്രേമമാ. ആരോട് എന്നിങ്ങനെ അലീന ചോദിക്കുന്നു. അലീന ചേച്ചിയോട് എനിക്ക് ശരിക്കും പ്രേമമാ. എനിക്ക് ചേച്ചി സ്വന്തമായിട്ട് വേണം. എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ എനിക്ക് ഞെക്കണം, കടിക്കണം, മാന്തണം, അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യണം എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നത് കേട്ട് അലീന പറയുന്നുണ്ട്, ഇതിനെ ചികിത്സയാണ് വേണ്ടത്, അച്ഛനോട് പറഞ്ഞ് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാം. അലീന ഇത് പറയുന്നത് കേട്ട് കൃഷ്ണമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഉടനെ ഇത് കണ്ട് അലീന ഇപ്പോൾ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഉടനെ ഇപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി എങ്ങനെ രോഹിയേട്ടനെ ഇത്രയും മാറ്റിയെടുത്തത്? ഞങ്ങളെല്ലാവരും രോഹിയേട്ടനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് രോഹിയേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊന്നും ആയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് നമ്മുടെ കയ്യിലൊരു മന്ത്രം വേണം, അതുണ്ടെങ്കിൽ ഇത് ശരിയാകൂ. ഇത് കേട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അതെന്നാ മന്ത്രവാ, അത് എനിക്കൂടെ പറഞ്ഞതാ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട്, അതെല്ലാവരുടെയും കയ്യിലുള്ളതാണ്, സ്നേഹമന്ത്രം, അത് കൊടുത്താൽ എല്ലാവരും നേരെയാകും എന്ന് അലീന പറയുന്നു. ഞങ്ങൾ രോഹിയേട്ടനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പക്ഷേ അലീന ചേച്ചിയോട് മാത്രം എന്താ ഇങ്ങനെ? അത് തന്നെയല്ല, അലീന ചേച്ചി പണ്ടും രോഹിയേട്ടന് ഇഷ്ടമായിരുന്നല്ലോ, സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ, പക്ഷേ രോഹിയേട്ടന് തിരിച്ചങ്ങനെയല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, സ്നേഹം ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ കൊടുത്താൽ അതിനൊരു വില കാണില്ല, പക്ഷേ സ്നേഹം ആവശ്യമുള്ള സമയത്ത്, അത് കൊതിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മൂല്യമുണ്ടാകും. പുലിക്കുട്ടിയെ വരെ നമുക്ക് പൂച്ചക്കുട്ടിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അലീന. ഉടനെ ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കൃഷ്ണമോൾ. ശേഷം കാണിക്കുന്നത് വൈജയന്തിയാണ്. ഈ സമയം ബബിത അവിടേക്ക് വരുന്നുണ്ട്. ബബിത ഒന്ന് ഡോറിൽ മുട്ടിയിട്ടാണ് കയറി വരുന്നത്. ഉടനെ വൈജയന്തി ഒരു വല്ലാത്ത രീതിയിൽ കയറി വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ബബിതയാണെന്ന് വൈജയന്തിക്ക് മനസ്സിലാകുന്നത്. ഓ, നീ ആയിരുന്നോ? ഇത് കേട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ എങ്ങനെ ചോദിച്ചത്? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുന്നത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെ ആ ഭവ്യതയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ആ മറ്റവളാന്ന് അലീന. നീ എപ്പോഴും ഇങ്ങോട്ട് ഇടിച്ചു കയറിയല്ലേ വരാറുള്ളൂ, അതല്ലേ നിൻ്റെ ശീലം എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ട് ബബിതയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എപ്പോൾ കണ്ടാലും എന്നെ കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളല്ലോ എന്ന് ബബിത ചോദിക്കുന്നത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, കുറ്റമുള്ളത് കൊണ്ടാണ് കുറ്റം പറയുന്നത്, അല്ലാതെ ചുമ്മാ പറയുന്നതല്ല. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട് ബബിതയ്ക്ക്. എന്നാൽ ബബിത പറയുന്നുണ്ട്, ഞാൻ അമ്മയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് വന്നത്, വിളിക്കാൻ വേണ്ടിയാണ് വന്നത്, എല്ലാവരും കഴിക്കുകയാണ്, അമ്മ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും വൈജയന്തി ഒന്നും മടിക്കുന്നുണ്ട്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ഉള്ള ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. ഇത് കേട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? അമ്മയ്ക്ക് അവിടെ വന്ന് കഴിച്ചാൽ പോരെ, നമുക്ക് അവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ ബബിത പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന്. ഉടനെ വൈജയന്തി പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കി പോവും, പറ്റുമെങ്കിൽ ഇവിടെ ഭക്ഷണം കൊടുത്താൽ, ഇല്ലെങ്കിൽ അതിന് ഞാൻ വേറെ മാർഗം കണ്ടോളാം എന്നൊക്കെ വൈജയന്തി പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ബബിത അവിടെ തന്നെ നിന്ന് ബബിതയോടായിട്ട് തന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാ, ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ബബിത. ഇതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്.
ഈ സമയം ബാലേന്ദ്രൻ അവിടേക്ക് ആഹാരം കഴിക്കാനായി ചെല്ലുന്നുണ്ട്. ഉടനെ ബബിത എവിടെയെന്ന് ബാലേന്ദ്രൻ ഇപ്പോൾ അലീനയോട് ചോദിക്കുമ്പോൾ മേഡത്തിനെ വിളിക്കാൻ വേണ്ടി പോയതാണെന്ന് അലീന പറയുന്നു. അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോളും അലീനയും കൂടി ബബിതയെ കോളേജിൽ വിടുന്ന കാര്യം ഇങ്ങനെ ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. കൃഷ്ണമോള് ബബിതയുടെ ഒരു കൂട്ടുകാരിയെ ബസ്സിൽ വെച്ച് കണ്ടിരുന്നു. അവർക്ക് അടുത്ത ആഴ്ച എക്സാം ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അച്ഛൻ ബബിതയോട് സംസാരിക്കണം, കോളേജിൽ പോകാൻ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അലീന ഇപ്പോൾ. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിവളോട് ഇതിനു മുൻപും സംസാരിച്ചതാണ്, അവൾക്ക് മടിയായത് കൊണ്ടല്ലേ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ അതൊക്കെ ഓരോ എക്സ്ക്യൂസ് ചേച്ചി പറയുന്നതാണ്, ചേച്ചിയെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാൻ നോക്കണമെന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുന്നു. അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോള് ആഹാരം കഴിച്ചിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. കൃഷ്ണമോൾ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ബബിത ഇപ്പോൾ ദേഷ്യപ്പെട്ട് ഇവിടേക്ക് വരുന്നത്. കൃഷ്ണമോള് ബബിതയും കൂടെ കൂട്ടിയിടിക്കുന്നുണ്ട്. ഉടനെ ബബിത പറയുന്നുണ്ട്, നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ, നോക്കി നടക്കാൻ മേലെ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിച്ച് ഡൈനിങ് ടേബിളിൽ വന്ന് ഇരിക്കുന്നുണ്ട് ബബിത. എന്തേ നിൻ്റെ അമ്മ എവിടെ, ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് ആഹാരം അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, അതെന്തിനാ ആഹാരം അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്നത്, അവളുടെ കാലിന് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുമല്ലോ, കാൽ ഒടിഞ്ഞു കൊടുക്കുകയൊന്നും അല്ലല്ലോ, ഇവിടെ വന്നിരുന്ന് ആഹാരം കഴിക്കാൻ എന്താ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നു. അലീന പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, ആഹാരം അവിടെ കൊണ്ട് കൊടുക്കാം, ചിലപ്പോൾ കാലിന് വേദന കാണും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ആയിക്കോട്ടെ എന്നിങ്ങനെ ഒരു പുച്ഛഭാവത്തിൽ ബാലേന്ദ്രനും പറയുന്നു. എന്നിട്ട് ഭക്ഷണം കഴിച്ച് കൈ കഴുകി മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അലീന പുറകെ ചെന്ന് പറയുന്നുണ്ട്, കോളേജിൽ പോകുന്ന കാര്യം സംസാരിക്കുന്നില്ല എന്ന് അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ ബബിതയോട് വന്ന് സംസാരിക്കുന്നു. നിന്റെ കോളേജിൽ പോക്കൊക്കെ എങ്ങനെയാണ്, നിന്റെ തീരുമാനം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്ക് പോകാൻ മടിയാണ് അച്ഛാ, എനിക്ക് മെൻ്റലി പ്രിപ്പയർ ആവാൻ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് ബബിത പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ ഓരോ എക്സ്ക്യൂസ് പറയുന്നതാണ്, ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു, രോഹിയേട്ടൻ തെറ്റുകാരനല്ലെന്ന് അറിഞ്ഞതോടുകൂടി എല്ലാവരും അത് മറന്നു, ചേച്ചിയുടെ കൂട്ടുകാരിയെ ഞാൻ ഇന്നലെ ബസ്സിൽ വെച്ച് കണ്ടിരുന്നു, ചേച്ചിയുടെ കൂട്ടുകാരിയും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്. എക്സാം അടുത്തില്ലേ, എക്സാം എഴുതിയില്ലെങ്കിൽ വെറുതെ ഒരു വർഷം പോകും, അത് കളയണ്ട, ജീവിതത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്, അത് ആ വഴിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ, നിന്റെ അമ്മയുടെ അഭിമാനവും അഹങ്കാരവും അവളുടെ വിദ്യാഭ്യാസമാണ്, അത് നീ മറക്കണ്ട, അതുകൊണ്ട് സ്വന്തം ജീവിതമാണ്, ആ ജീവിതം എങ്ങനെ നശിപ്പിച്ച് കളയണോ, മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണോ എന്ന് നീ തന്നെ തീരുമാനിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, പരീക്ഷ എഴുതാതിരുന്നാൽ ഒരു വർഷം അങ്ങ് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഉടനെ ബബിത പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക്, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നു. അത് കാരണം ഇപ്പോൾ അലീനയും ഒന്നും തന്നെ മിണ്ടാതെ അലീനയും അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് ബബിത. ശേഷം വീണ്ടും വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തി ഇപ്പോൾ ഗംഗാധരൻ വിളിക്കുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തിരക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നെ തട്ടിയിട്ടിട്ട് പോയതല്ലേ എൻ്റെ ആങ്ങളമാർ, ഞാൻ ഈ റൂമിൽ തന്നെയുണ്ട്, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ, അതെന്താ നീ ഇടപെടാത്തത്, അതൊക്കെ നിൻ്റെ കുടുംബമല്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, ഇതെൻ്റെ കുടുംബമല്ല, അലീനയുടെ വീടാണ്, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ ഏൽപ്പിച്ചേൽക്കുന്നത് അലീനയാണ്, അവളിവിടം ഭരിച്ചു മുടിക്കട്ടെ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നു. ഉടനെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നിനക്ക് നല്ല ഒന്നും നാവിൽ വരില്ലേ, ഭരിച്ച് നന്നാക്കട്ടെ എന്ന് നിനക്കെന്താ പറയാൻ പറ്റാത്തത്, നിനക്ക് ബാലേന്ദ്രനും അലീനയുമായി ഒത്തുപോകാൻ യാതൊരു ഉദ്ദേശവുമില്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നു. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രനുമായി ഒത്തുപോകാൻ ഞാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാണ്, പക്ഷേ ആ അലീനയെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല, അവളെ കൊല്ലാൻ എന്തെങ്കിലും മാർഗം കിട്ടുവാണെങ്കിൽ ഞാൻ അവളെ കൊല്ലും എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, നീ ഒരിക്കലും നന്നാകില്ല എന്ന്, നീ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശരി ചെയ്തിട്ടുണ്ടോ, നീ എല്ലാം ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞ് അങ്ങ് ടിക്കറ്റ് വെക്കുകയാണ്. ഇതൊക്കെ കേട്ട് വൈജയന്തി വളരെയധികം ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രോഹിത്തിൻ്റെ കാര്യവും തിരക്കുന്നുണ്ട് ഗംഗാധരൻ. ഒരു തവണ ഞാൻ പോയി കണ്ടായിരുന്നു, എനിക്ക് സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്, താഴേക്ക് വരട്ടെ, അപ്പോൾ ഇനി അവനെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നു, അങ്ങനെയാണോ വേണ്ടത്, നീ വേണ്ടി അവന് ആത്മധൈര്യം കൊടുക്കുക. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, പറയാനുള്ളതൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഗംഗാധരൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈജയന്തിയോട് പറയുന്നുണ്ട്. എന്നാൽ വൈജയന്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോവുകയാണ് ഇപ്പോൾ വൈജയന്തി. ശേഷം കാണിക്കുന്നത് ശിവനെയാണ്. ശിവൻ ഇപ്പോൾ പത്രമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കപ്പ് ചായയും ഒക്കെ ആയിട്ട് കമല അവിടേക്ക് വരുന്നു. പതിവില്ലാതെ ആ സമയത്ത് ചായ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ശിവൻ. ഗംഗേട്ടൻ ഇവിടെ എന്ന് കമല തിരക്കുമ്പോൾ ഗംഗേട്ടൻ റൂമിൽ കാണും എന്ന് ശിവൻ പറയുന്നു. അപ്പോൾ ഈ ചായ എങ്ങനെ കൊടുക്കും എന്ന് ചോദിക്കുന്നുണ്ട് കമല. ഉടനെ ശിവൻ പറയുന്നുണ്ട്, ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചാൽ മതി, ഗംഗേട്ടൻ വരുമ്പോൾ കുടിച്ചോളും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കമല ഇപ്പോൾ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നുണ്ട്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു,
എങ്ങനെയെങ്കിലും ഗംഗേട്ടനോട് പറഞ്ഞ് നമ്മുടെ ഹരിയുടെ കാര്യം അവനെ ഒന്ന് രക്ഷപ്പെടുത്താവോ എന്ന് ചോദിക്കുക. ഉടനെ ഇത് കമൽ ചോദിക്കുന്നത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ കൊല്ലപ്പള്ളി വീട്ടിൽ കാലുകുത്തില്ലെന്ന് പറഞ്ഞിരുന്ന ആളാണ് വൈജയന്തി. ആ വൈജയന്തിയെ ഗംഗേട്ടൻ വീട്ടിൽ കൊണ്ടുവിട്ടു. അതുപോലെ ഹരിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലേ എന്ന് കമൽ ചോദിക്കും. അത് നടക്കില്ല. നിന്റെ മകന് വേണ്ടിയിട്ട് ഞാനും മനുവും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തതാണ്. അത് നടക്കില്ല. ഇപ്പോഴും നിന്റെ വിചാരം നിന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി നിന്റെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ നല്ലത് അവൻ ജയിലിൽ തന്നെ കിടക്കുന്നതാണ്. അതാണ് എനിക്ക് സമാധാനം എന്നൊക്കെ ശിവൻ പറയുന്നത് കേട്ട് കമൽ ചോദിക്കുന്നുണ്ട്, അതെന്താ ശിവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹരിയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്ക് ഗംഗേട്ടനോട് പറയാൻ പറ്റില്ലെങ്കിൽ മനുവിനോടൊന്ന് പറയാമോ, അലീനോടൊന്ന് സംസാരിക്കാം. അലീന വിചാരിച്ചാൽ രോഹിത്തിനെ രക്ഷിച്ചതുപോലെ ഹരിയെ രക്ഷിക്കാൻ പറ്റില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ നിർബന്ധം പിടിക്കുകയാണ് കമല. അങ്ങനെ ഇപ്പോൾ ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി ശിവൻ പറയുന്നുണ്ട്, ശരി ഞാൻ സംസാരിക്കാം എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കമല. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.